പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.1ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സെറ്റിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ 3, 6, 9, 12 ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുക. നോക്കിയേ 3, 6, 9, 12 ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഇക്വൽ ടു ഇതിനെ നമുക്ക് 3 × 1 ഈസ് 3, 3 × 2 ഈസ് 6, 3 × 3 ഈസ് 9, 3 × 4 ഈസ് 12. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 3യെ 1, 2, 3, 4 ഈ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 3, 6, 9, 12 എന്നീ നമ്പേഴ്സ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് എന്തെഴുതാം? ഈ തന്നിരിക്കുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എലമെൻസിനെ എങ്ങനെയാണ് എടുക്കുക? എക്സ് ആയിട്ടാണ് എടുക്കുക അല്ലേ. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ പിന്നെന്താ? ഒരു കോളൻ ഉണ്ട്, അത് സച്ച് ദാറ്റ് എന്ന് നമ്മൾ റീഡ് ചെയ്യും. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനി നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണോ അതാണ് നമ്മൾ എഴുതുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 കൊണ്ട് 1, 2, 3 3യെ നമ്മൾ 1, 2, 3, 4 എന്നീ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അതായത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് 3യെ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട്, അതായത് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്സ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3n. ഈ n എവിടെയുള്ളതാണ്? നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. n ബിലോങ്സ് ടു n. ആൻഡ് ഈ n എന്ന് പറയുന്നത് ഇതിലെവിടെ തൊട്ട് എവിടെ വരെയുണ്ട്? 1 തൊട്ട് 4 വരെയുണ്ട്. അതായത് ഈ n എന്ന് പറയുന്നത് 1ന് ഈക്വലുമാണ്, 4ന് ഈക്വലുമാണ്. 1നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളത് കൊണ്ട് 4നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിവിടെ എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എലമെൻസിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ് ഇവിടെ? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് 3യെ 1, 2, 3, 4 എന്നീ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 3n. ദാറ്റ് n ബിലോങ്സ് ടു n. അതായത് ഈ ഓരോ എന്നും നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. അതുപോലെ ഈ n, അതായത് n എന്ന് പറയുന്നത് 1, 2, 3, 4 അല്ലേ. ഈ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. അത് ഈ n എന്ന് പറയുന്നത് 1ന് ഈക്വലുണ്ട്, 1നെക്കാട്ടിൽ ഗ്രേറ്റർ ഉണ്ട്, 4ന് ഈക്വലുണ്ട്, 4നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് നമ്മൾ എഴുതിയത്. ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 2, 4, 8, 16, 32. ഇതെന്തായിരിക്കും വരുന്നത്? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും അല്ലേ. അതായത് ഇസ് ഇക്വൽ ടു 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും അല്ലേ. 2 × 1 2 എന്ന് കിട്ടി, 2 × 2 4 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക. അതായത് 2 × 2 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 8 കിട്ടുക. ഈ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുക. അതായത് 2 × 2 × 2 × 2 ദാറ്റ് ഈസ് 16. അതായത് 2 raised to 1 is 2, 2 raised to 2 is 4, 2 raised to 3 is 8, 2 raised to 4 is 16. ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 1. 4നെ എങ്ങനെ എഴുതാം? 2 raised to 2. 8നെ എങ്ങനെ എഴുതാം? 2 raised to 3. 16നെ എങ്ങനെ എഴുതാം? 2 raised to 4.
32നെ എങ്ങനെ എഴുതാം? 2⁵5 ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നമുക്കിതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? = സെറ്റ് ഓഫ് ഓൾ എലമെൻസിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, സച്ച് ദാറ്റ് എക്സ് എങ്ങനെയാണ്? 1 2 3 4 5. നമുക്കിതിനെ n എന്നെടുക്കാം. ബേസ് ഇവിടെ സെയിം ആണ്. അപ്പോൾ 2⁻n അല്ലേ? 2വിൻ്റെ പവറാണ് ഇവിടെ വേരി ചെയ്യുന്നത്. 1 2 3 4 5. അതുകൊണ്ട് തന്നെ നമ്മൾ 2⁻n എന്നെടുത്തു. n എവിടെയുള്ളതാണ്? n ബിലോങ്സ് ടു n ആൻഡ് എന്തെഴുതാം? ഈ n എന്ന് പറയുന്നത് 1ന് ഈക്വൽ ഉണ്ട്, 1നെക്കാട്ടിൽ ഗ്രേറ്റർ ഉണ്ട്, 5ന് ഈക്വൽ ഉണ്ട്, 5നെക്കാട്ടിൽ ലെസ്സുമാണ്. അപ്പോൾ എന്തെഴുതാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് = 2⁻n, n ബിലോങ്സ് ടു n ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സിമ്പിൾ അല്ലേ എഴുതാൻ? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, 5 25 125 625. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെല്ലാം 5ൻ്റെ പവർ വെച്ച് വരുന്നതാണ് അല്ലേ? 5നെ നമുക്ക് 5⁻1 എന്ന് എഴുതാം. 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. അപ്പോൾ 5⁻2 എന്ന് എഴുതാം. 125 എന്ന് പറയുന്നത് 5 × 5 × 5 ആണ് അല്ലേ? 5 × 5 25, 25 × 5 125. അപ്പോൾ 3 ടൈംസ് 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 125. ഇനി 125നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 625. അതായത് 5നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 625. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ത് വരും? ബേസ് 5 എന്ന് വരും, പവർ n എന്ന് നമുക്ക് എടുക്കാം. എക്സ് = 5⁻n, n ബിലോങ്സ് ടു n ആൻഡ് n എന്തൊക്കെ വരും? 1 തൊട്ട് 4 വരെയാണ് വരിക. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. വളരെ സിമ്പിൾ അല്ലേ? അടുത്ത 4th ക്വസ്റ്റ്യൻ 2 4 6 etc. അല്ലേ? ഇതപ്പോൾ എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 1 × 2 2 അല്ലേ? അങ്ങനെയല്ലേ വരിക? 2 × 1 2, 2 × 2 4, അടുത്തത് 2 × 3 6. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. 3 ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ 2വിനെ 1 2 3 4 5 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ എലമെൻറ്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2വിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 2n എന്തെഴുതാം? n ബിലോങ്സ് ടു n. ഇവിടെ ഇത്രയും മതി കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് n അല്ലേ? അതായത് 1 2 3 4 5 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അപ്പോൾ അതെല്ലാം നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. n ബിലോങ്സ് ടു n. അടുത്ത 5th ക്വസ്റ്റ്യൻ 1 4 9 അങ്ങനെ 100 വരെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? = 1 എന്ന് പറയുന്നത് 1⁻1 ആണ്. 4 എന്ന് പറയുന്നത് എന്താണ്? 2⁻2 ആണ്. അടുത്ത 9 എന്ന് പറയുന്നത് 3⁻2 ആണ്. അടുത്ത നമുക്കിവിടെ തന്നിട്ടില്ല. 100 എന്ന് പറയുന്നത് എന്താണ്? 10⁻2 ആണ്. അപ്പോൾ ഈ 1നെ നമുക്ക് എന്തെഴുതാം? 1⁻2 എന്നെഴുതാം. അതായത് 1⁻2 ഈസ് 1, 2⁻2 ഈസ് 4, 3⁻2 ഈസ് 9. 100 എന്ന് പറയുന്നത് 10⁻2. ഇവിടെ പവർ എല്ലാം സെയിം ആണ്. വേരി ചെയ്യുന്നത് എന്താണ്? ബേസ് ആണ്. അപ്പോൾ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്തെഴുതാം? 1 2 3 ഇങ്ങനെ വേരി ചെയ്യുന്നത് ബേസ് ആണ്. അപ്പം അതിനെ നമ്മൾ n ആയിട്ട് എടുക്കുന്നു. n സ്ക്വയർ അല്ലേ? n ബിലോങ്സ് ടു n ആൻഡ് ഈ n ആയിട്ട് എടുത്തത് 1 2 3 തൊട്ട് 10 വരെയാണ്. അപ്പോൾ അതെന്തെഴുതാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു
10. 1 തൊട്ട് 10 വരെയുണ്ട്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. വളരെ സിമ്പിളാണ് കണ്ടോ. അപ്പം നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഈ എലമെൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ സെറ്റ് ബിൽഡർ ഫോമിനകത്ത് എഴുതാനായിട്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പം നമ്മുടെ 4th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 5th ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.